ദൈവം എന്നുള്ളൊരു കൺസെപ്റ്റ് എങ്ങനെയാണ് മനുഷ്യർക്കിടയിലേക്ക് വന്നത്? പെട്ടെന്ന് ഒരു ദിവസം വിശ്വാസം നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ പൊട്ടിമുളച്ച് വരില്ലല്ലോ. കുഞ്ഞു ചെറുപ്പം പോലെ ഞാൻ വിശ്വസിച്ചിരുന്നത് ലോകത്തിലുള്ള എല്ലാവരും തന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെന്നാണ്. എന്നാൽ കുറച്ച് പ്രായമായി വന്നപ്പോഴാണ് ശരിക്കും അത് അങ്ങനെയല്ല. ഒരു വിഭാഗം ആൾക്കാർ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്നും ഒരു വിഭാഗം ആൾക്കാർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായത്. നമ്മുടെ ചാനലിൽ 3 സിവിലൈസേഷനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാൻ കാരണം എന്റെ മനസ്സിലുള്ള ഒരുപാട് സംശയങ്ങളാണ് ശരിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. ഈ 3 സിവിലൈസേഷന്റെ കഥകളിലും ദൈവത്തിന്റെ ഒറിജിനെ പറ്റി പറയുന്നുണ്ട്. ഇതൊക്കെ വെറും കഥകളാന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. കാരണം അത്രയ്ക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല നമ്മുടെ ലോകമെമ്പാടും ഒരുപാട് വലിയ മോണുമെന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതായത് പിരമിഡ്സ് ആയിക്കോട്ടെ, പറയുന്ന അമ്പലങ്ങളായിക്കോട്ടെ, പള്ളികളായിക്കോട്ടെ, എല്ലാം തന്നെ ഈ ദൈവങ്ങളെ വർഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രമായിട്ടാണ് ശരിക്കും കൺസിഡർ ചെയ്തിരിക്കുന്നത്. അനുനാക്കിനെ പറ്റിയിട്ട് ഞാൻ 2 വീഡിയോസിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ട് വിശദീകരിച്ച് ഈ വീഡിയോയിൽ എന്നാലും പറയുന്നില്ല. കാണാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കയറി കാണാം. മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ ആണ് നമ്മുടെ ലോകത്തിലത്തെ ഏറ്റവും ആദ്യത്തെ സിവിലൈസേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത്. 3500 BCE തൊട്ട് 539 BCE വരെയാണ് ശരിക്കും ഈ സിവിലൈസേഷൻ ലാസ്റ്റ് ചെയ്തത്. അതായത് ഈ ചെറിയ ടൈം ഇന്റർവെല്ലിൽ തന്നെ അവർ വളരെയധികം അഡ്വാൻസ്ഡ് ആവുകയും പെട്ടെന്ന് തന്നെ ആ സിവിലൈസേഷൻ ഇല്ലാണ്ടായി എന്നുള്ള രീതിയിലായി. ഈ ഒരു ടൈം ഫ്രെയിമിൽ അവർ ആർക്കിടെക്ചർ പഠിച്ചു, ഈ പറയുന്ന മാത്തമാറ്റിക്സ് പഠിച്ചു, ലാംഗ്വേജ് പഠിച്ചു, കമ്മ്യൂണിക്കേഷനിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു, എല്ലാ സംഭവങ്ങളൊക്കെ പഠിച്ച് അത്യാവശ്യത്തിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ആയിരുന്നു ഇത്. അതുമാത്രമല്ല നമ്മുടെ ലോകത്ത് കണ്ടുവരുന്ന മറ്റുള്ള സിവിലൈസേഷനുമായിട്ട് ഈ മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ ട്രേഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ശരിക്കും ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ലോകത്തിലത്തെ ഏറ്റവും ആദ്യത്തെ സിവിലൈസേഷൻ തന്നെ അത്യാവശ്യത്തിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷൻ തന്നെയായിരുന്നു. മെസപ്പൊട്ടേമിയൻ അനുനാക്കി പോലെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളത് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പേരാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ പറ്റി ഞാൻ അധികം അങ്ങോട്ട് പറയേണ്ട കാര്യമില്ല. കാരണം അവരുടെ ആർക്കിടെക്ചറും ഈ പറയുന്ന ഹൈറോഗ്ലിഫിക്സും അതിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ദൈവത്തെ പറ്റിയിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളും, ആ കാലത്ത് അവരുടെ ആർക്കിടെക്ചറിന്റെ ഡയമെൻഷണൽ അക്യുറസിയും, എസ്പെഷ്യലി ഗീസയിൽ കണ്ടുവരുന്ന ഗ്രേറ്റ് പിരമിഡിന്റെ അകത്ത് ഡീകോഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് മാത്തമാറ്റിക്കൽ ഡേറ്റാസ്, അത് നമ്മുടെ ഭൂമിയായിട്ട് വളരെ സിമിലർ ആണ്. അപ്പോൾ അതൊക്കെ എങ്ങനെ അവർക്ക് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമിയുടെ ആ ഒരു അളവും കാര്യങ്ങളൊക്കെ എങ്ങനെ അവർക്ക് കിട്ടി എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. അതിനെപ്പറ്റി 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും അതിന്റെ ഒരു ഉത്തരവില്ലാത്തൊരു സ്റ്റേറ്റിലാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. ഈജിപ്ഷ്യൻ സിവിലൈസേഷനും മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷനും തമ്മിൽ ഒരുപാട് ട്രേഡ് നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഗോൾഡ് ആയിക്കോട്ടെ, പേപ്പർ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ട്രേഡിങ് നടക്കുന്നുണ്ടായിരുന്നു. മെസപ്പൊട്ടേമിയൻ അനുനാക്കി സിവിലൈസേഷനിൽ ഗോൾഡ് എന്ന് പറഞ്ഞ ഒരു എലമെന്റ് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതായത് അവരുടെ സ്റ്റോറീസിലെല്ലാം ഈ ഗോൾഡിന്റെ ഇമ്പോർട്ടൻസ് വളരെ അധികം എടുത്തു പറയുന്നുണ്ട്. അതായത് അനുനാക്കി എന്ന് പറയുന്ന ഒരു ഗോഡ്ലി ബീങ് വന്ന പ്ലാനറ്റ്, അതായത് നിബ്രു എന്ന് പറഞ്ഞ പ്ലാനറ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ അറ്റ്മോസ്ഫിയറിൽ ഗോൾഡിന്റെ ഒരു ഷീൽഡിങ് കൊടുക്കുകയാണെങ്കിൽ ആ പ്ലാനറ്റിന്റെ സൺലൈറ്റിന്റെ ഹാർംഫുൾ റേഡിയേഷനിൽ നിന്ന് ശരിക്കും പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്നുള്ള രീതിയിലാണ് ശരിക്കും ഇതിൻ്റെ അകത്തൊക്കെ എഴുതിയിരിക്കുന്നത്. അത് വേറൊരു കാര്യത്തിലേക്ക് എന്നെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു ഫാക്ടറാണ്. ഇതൊക്കെ ഇവർക്ക് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ മനസ്സിലായി? കാരണം റീസെന്റ് ആയിട്ട് സയന്റിസ്റ്റുകാർ കണ്ടുപിടിച്ച ഒരു സംഭവമാണ്. അതായത് ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് നമ്മുടെ ഓസോൺ ലെയറിനെ സേവ് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് സ്റ്റഡീസ് ഒക്കെ നടക്കുന്നുണ്ട്. അതായത് ഗോൾഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഹാർംഫുൾ ആയിട്ടുള്ള റേഡിയേഷൻസിനെയൊക്കെ നമുക്ക് റിഫ്ലക്ട് ചെയ്ത് സ്പേസിലേക്ക് തന്നെ റിഫ്ലക്ട് ചെയ്ത് കളയാൻ പറ്റുന്നു. നമ്മുടെ ഭൂമിയുടെ അകത്തേക്ക് കയറേണ്ട റേഡിയേഷൻസിനെ മാക്സിമം കുറയ്ക്കാൻ പറ്റുന്നുള്ള സ്റ്റഡീസ് ഒക്കെ റീസെന്റ്ലിയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോ ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് എവിടെ നിന്ന് എങ്ങനെ കിട്ടി എന്നുള്ളൊരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നെ സംസാരിക്കാം. ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ വേറൊരു സ്പെഷ്യാലിറ്റിയാണ് അവരുടെ ഒരു യുണീക് ഫോം ഓഫ് റൈറ്റിംഗ്. ഇതിനാണ് ഹൈറോഗ്ലിഫ്സ് എന്ന് പറയുന്നത്. അതായത് കിളികളുടെയും ഒരുപാട് പിക്ടോറിക്കൽ റെപ്രസെന്റേഷൻ ആണ് ശരിക്കും ഇവരുടെ റൈറ്റിംഗ് അല്ലെങ്കിൽ ഇവരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതായത് ഇത് മറ്റുള്ള ലാംഗ്വേജ് പോലെയല്ല. ആർക്ക് വേണമെങ്കിലും ഒന്ന് ശ്രമിച്ചാൽ ഇതൊന്ന് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇതൊരു പിക്ടോറിക്കൽ റെപ്രസെന്റേഷൻ ആണ്. അതായത് ഇത് കിളിയാന്ന് നമുക്ക് മനസ്സിലാവും, ഇത് ക്യാമലാന്ന് മനസ്സിലാവും, ഇത് സൂര്യനാന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ശരിക്കും ഈജിപ്ഷ്യന്റെ ആ ഒരു കൾച്ചർ എന്ന് പറയുന്നത്. ആ കാലത്ത് ജീവിച്ചിരുന്ന ഈജിപ്ഷ്യൻ ഫാരോസിനെ പറ്റിയിട്ടും അവിടെ ഉള്ള ഒരുപാട് ട്രഡീഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ശരിക്കും ഇതിന്റെ അത് ഡീകോഡിൽ കൊത്തി വെച്ചിരിക്കുന്നത്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. മായൻ സിവിലൈസേഷൻ 1500 BCE തൊട്ട് 1539 CE കോമൺ എറ വരെ ജീവിച്ചിരുന്ന ഒരു സിവിലൈസേഷനാണ് മായൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സിവിലൈസേഷന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവർക്ക് ആസ്ട്രോണോമി വളരെ ഇഷ്ടമായിരുന്നു. അതായത് സ്പേസിൽ നടക്കുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ഇങ്ങനെ മാപ്പ് ചെയ്യുകയും അതൊക്കെ ഉപയോഗിച്ചാൽ നമ്മുടെ ലോകത്തിലത്തെ ആദ്യത്തെ കലണ്ടർ സിസ്റ്റം ഉപയോഗിച്ചിരുന്ന ആൾക്കാരാണ് ശരിക്കും ഇവര്. അപ്പോൾ നമ്മുടെ സ്പേസിൽ നടക്കുന്ന ഇവന്റ്സും കാര്യങ്ങളൊക്കെ ഇവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു കലണ്ടർ ഇവർ ഉണ്ടാക്കി എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിക്കാം. അപ്പൊ ഇവർ എന്തോ ഒരു സ്പേസ് ആയിട്ട് ഒബ്സസ്ഡ് ആണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ആലോചിക്കാം.
സാധാരണ ഒരു സിവിലൈസേഷന് കാണാത്ത ഒരു തരത്തിലുള്ള സ്പെഷ്യാലിറ്റിയാണ് ശരിക്കും ആസ്ട്രോണോമിയിലോട്ടുള്ള താല്പര്യം എന്ന് പറയുന്നത്. ശരിയാണ്, ഈജിപ്തിന്റെ കേസിൽ ചെറിയൊരു സംഭവം ഉണ്ട്. അതായത് ഈ 3 പിരമിഡ് ശരിക്കും ഈ 3 സ്റ്റാറിനോട് അലൈൻ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതും ഒരു ആസ്ട്രോണോമിക്കൽ കണക്ക് തന്നെയാണ്. അത് നമുക്ക് അതോടെ മാറ്റി വെക്കാം. അതിനേൽ കൂടുതൽ ഒരുപാട് ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷനാണ് ശരിക്കും നമ്മുടെ മായൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അതിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് 1-2 വീഡിയോസും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓക്കെ, അവിടെ നിൽക്കട്ടെ. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സിവിലൈസേഷനിലേക്ക് വരാം. അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ. നമ്മൾ സ്കൂളുകളൊക്കെ പഠിച്ച ഒരു പേര് തന്നെയാണ്. ഈ ഒരു സിവിലൈസേഷൻ നമ്മൾ ഹാരപ്പ സിവിലൈസേഷൻ എന്ന് വിളിക്കും. 3300 BCE തൊട്ട് 1300 BCE വരെയാണ് ശരിക്കും ഈ സിവിലൈസേഷൻ ലാസ്റ്റ് ചെയ്തത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നുള്ള ഒരു പേര് വരാൻ കാരണം ഇൻഡസ് റിവർ ഉള്ളത് കൊണ്ടാണ്. അപ്പോ റിവറിന്റെ കാര്യം പറയുമ്പോഴാണ് ഈജിപ്തിൽ നൈൽ എന്ന് പറഞ്ഞ റിവർ ഉണ്ടായിരുന്നു. നമ്മുടെ മെസപ്പൊട്ടേമിയൻ അനുനാക്കി സിവിലൈസേഷനിൽ ടിഗ്രിസ് എന്ന് പറഞ്ഞ ഒരു റിവർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മായൻ സിവിലൈസേഷനിലാണെങ്കിൽ റെയിൻ ഫോറസ്റ്റിൽ നിന്ന് വരുന്ന ഒരുപാട് വെള്ളം കൊണ്ടുണ്ടായ ഒരു റിവേഴ്സ് ഒക്കെ ഉണ്ടെന്നാണ് ശരിക്കും പറയപ്പെടുന്നത്. ഓക്കെ, പറയപ്പെടുന്നതെല്ലാം അങ്ങനെ ഉണ്ട്. ഒരു കോമൺ ആയിട്ടുള്ള തിയറി ഞാൻ പറയാം. അതായത് ഒരു സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നമുക്കിവിടെ ഈജിപ്തിന്റെ കേസ് തന്നെ എടുക്കാം. അവിടെ നൈൽ എന്ന് പറഞ്ഞ ഒരു റിവർ ശരിക്കും ഈജിപ്തിൽ കൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ റിവർ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ കരയൊക്കെ ഫെർട്ടൈൽ ആവും. അതായത് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വളർത്താനുള്ള ഫെർട്ടിലിറ്റി ശരിക്കും ആ സോയിലിന് കിട്ടും. അങ്ങനെ സമയം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ ഈ നദിക്ക് ചുറ്റും താമസിക്കുകയും അവിടെ ഫാം ചെയ്യുകയും അങ്ങനെ പയ്യെ ശരിക്കും ഈ ഒരു സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെയായിരിക്കാം ഈ പറയുന്ന ഈ 4 സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ ഈ പറയുന്ന പോലെ ദൈവങ്ങൾ കൊണ്ടുവന്ന അറിവ് അങ്ങനത്തെ സംഭവങ്ങൾ ഒന്നും ഇവിടെ പറയുന്നില്ല. വളരെ കോമൺ ആയിട്ടുള്ള ഒരു കോഴ്സ് ആണ്. അതായത് ഒരു സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കോമൺ കോഴ്സ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. ഇൻഡസ് വാലി സിവിലൈസേഷനിലും മറ്റുള്ള സിവിലൈസേഷനിലും പോലെ തന്നെ ഒരുപാട് കൊത്തുപണിയിൽ എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഇൻഡസ് വാലി സിവിലൈസേഷനിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഇതുവരെയായിട്ട് വായിക്കാൻ പറ്റില്ല. കാരണം അതെന്താണ്, അത് നമുക്ക് ശരിക്കും ഡീകോഡ് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അവിടുത്തെ മിസ്റ്ററീസും കാര്യങ്ങളൊന്നും നമുക്ക് ശരിക്കും ഇപ്പോഴും അറിയില്ല. നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു സിവിലൈസേഷൻ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ വന്നു, പെട്ടെന്ന് അത് ഇല്ലാണ്ടായി. അത് എന്തുകൊണ്ട് ഇല്ലാണ്ടായി, എന്ത് കോസ് കാരണമാണ് ശരിക്കും ആ ഒരു സിവിലൈസേഷൻ നശിച്ചത്, ആ ഒരു കാര്യമൊക്കെ ഇപ്പോഴും നമുക്കറിയില്ല. അതുപോലെ തന്നെയാണ് ഞാനിപ്പോ ഈ പറഞ്ഞ എല്ലാ സിവിലൈസേഷന്റെ കേസും. അതായത് ഇതിനെ പെട്ടെന്ന് ഇങ്ങനെ ഗ്രോ ചെയ്തു വന്നു. അത് ഗ്രോ ചെയ്യുന്ന വളരെ റാപ്പിഡ് റേറ്റിലാണ് ഗ്രോ ചെയ്തത്. അത് അതേപോലെ തന്നെ പെട്ടെന്ന് ഡിസപ്പിയർ ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് എല്ലാ സിവിലൈസേഷനും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന വേറൊരു സംഭവമാണ് ഇവരുടെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ എന്ന് പറയുന്നത്. അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒഴിച്ച് ഈ 3 സിവിലൈസേഷനും കോമൺ ആയിട്ടുള്ളത് ഒരു പിരമിഡിക്കൽ സ്ട്രക്ചർ ആണ്. നിങ്ങളിപ്പോ ഈ കാണുന്നത് മായൻ സിവിലൈസേഷനിൽ കണ്ടുവരുന്ന പിരമിഡ്സ് ആണ്. ഇത് ടിപ്പിക്കൽ ഒരു പിരമിഡിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിലും ഇതൊരു സ്റ്റെപ്പ് പോലത്തെ ഒരു പിരമിഡിക്കൽ സ്ട്രക്ചർ ആണെങ്കിലും ഇത് ബേസിക്കലി ഒരു പിരമിഡ് തന്നെയാണ്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ മെസപ്പൊട്ടേമിയൻ അനുനാക്കിയുടെ പിരമിഡിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് വളരെ കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ പിരമിഡിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ പറയുന്ന സിവിലൈസേഷൻസ് നമ്മുടെ ലോകത്ത് പലയിടത്തും കിടക്കുന്ന സിവിലൈസേഷനും കൂടിയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാലോചിക്കാം. അപ്പൊ എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഈ കോമൺ ആയിട്ടുള്ള ഡിസൈൻ ഫിലോസഫി കിട്ടിയത്? എന്ത് ഇൻസ്പയർ ചെയ്തിട്ടാണ് അവർക്ക് ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ തോന്നിയത്? അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം. ഇതും കൂടാണ്ട് എല്ലാത്തിലും കണ്ടുവരുന്ന ഒരു സിമിലാരിറ്റിയാണ് ഇവർ വളരെയധികം ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം. അതും ദൈവം എന്ന് ഇവർ ശരിക്കും അങ്ങനെ പറയുന്നില്ല. അതായത് ഒരു മൈറ്റി, ഒരു പവർഫുൾ സോഴ്സിനെ ഇവർ വളരെയധികം വർഷിപ്പ് ചെയ്യുന്നുള്ള ഓരോ കാര്യങ്ങളാണ് ശരിക്കും എല്ലാത്തിനും ഇങ്ങനെ കൊടുത്തേക്കുന്നത്. അപ്പോൾ പലതിലും പല രീതിയിലും പല വേർഷൻസ് ആണെങ്കിലും എല്ലാം ശരിക്കും ഒരേ സംഭവങ്ങൾ തന്നെയാണ്. അതായത് എല്ലാത്തിലും എഴുതിയിരിക്കുന്ന കഥകളും കാര്യങ്ങളൊക്കെ ബേസിക്കലി അതിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ശരിക്കും സെയിം സാധനം തന്നെയായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഞാനിപ്പോ ഈ പറഞ്ഞത് ചിലവർക്ക് മാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി ഈ വീഡിയോയുടെ തുടക്കം പറഞ്ഞ പോലെ ഡേറ്റ് ഒന്നുകൂടി ഒന്ന് നിരത്തി പിടിച്ച് കാണിച്ചു തരാം. അതായത് മെസപ്പൊട്ടേമിയൻസ് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് 3500 BCE തൊട്ട് 539 BCE വരെ. ഈജിപ്ഷ്യൻസ് ജീവിച്ചിരുന്നാണെങ്കിൽ 3100 BCE തൊട്ട് 332 BCE വരെ. മായൻ സിവിലൈസേഷൻ ആണെങ്കിൽ 1500 BCE തൊട്ട് 1519 CE കോമൺ എറ വരെ. പിന്നെ ഇൻഡസ് വാലി ആണെങ്കിൽ 3300 BCE തൊട്ട് 1300 BCE വരെ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ 4 സിവിലൈസേഷനും ഏകദേശം ഒരേ കാലഘട്ടത്തിൽ കോഎക്സിസ്റ്റ് ചെയ്ത സിവിലൈസേഷൻ ആയിരുന്നു. നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ആ ഒരു ഫാക്ട് നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട്
ഈ പറയുന്ന 4 സിവിലൈസേഷനിൽ പറയുന്ന സ്റ്റോറീസ് ഒക്കെ ഏകദേശം സിമിലർ ആണ്. അതായത് ഇവർ ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം അവിടെ ഇവിടേക്ക് ആയിട്ട് സിമിലാരിറ്റീസ് ഉള്ള സ്റ്റോറീസ് ആണ്. ഇവർ നല്ല രീതിയിൽ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്. ദൈവം എന്നല്ല, ആ ഒരു മൈറ്റി പവറിനെ ശരിക്കും അവർ വിശ്വസിക്കുന്നുണ്ട്. അതും കൂടാണ്ട് ഈ പറയുന്ന സിവിലൈസേഷന്റെ എല്ലാം വളരെ റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത്, അതായത് നമ്മുടെ ഭൂമിയിൽ ആദ്യം തന്നെ ഉണ്ടാകുന്ന സിവിലൈസേഷൻ ആണെന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുക. അവർ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് റാപ്പിഡ് ഗ്രോത്ത് ആയതും അത് എങ്ങനെയാണ് പെട്ടെന്ന് ഇല്ലാണ്ടായതും. അതും ഈ 4 സിവിലൈസേഷനിൽ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. അതിന്റെയൊക്കെ മുകളിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒഴിച്ച് ബാക്കിയുള്ള 3 സിവിലൈസേഷന് പിരമിഡിക്കൽ സ്ട്രക്ചേഴ്സും കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ് ശരിക്കും ഇവർ ഇൻസ്പയർ ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും മിസ്റ്ററി ആയിട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഈ പറയുന്ന സിവിലൈസേഷൻസ് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് ഒരുപാട് സിവിലൈസേഷൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തും ഈ ദൈവത്തെ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് സ്ട്രക്ചേഴ്സ് ഒക്കെ ശരിക്കും പിരമിഡിക്കൽ സ്ട്രക്ചേഴ്സ് തന്നെയാണ്. അതായത് ഒരുപാട് അമ്പലങ്ങളുടെ ഗോപുരം എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു പിരമിഡിക്കൽ സ്ട്രക്ചർ തന്നെയാണ്. അതിൽ ചിലതിന്റെ സ്ട്രക്ചർ എന്നൊക്കെ പറയുന്നത് ഇത്ര ഒരു 8 ടണ്ണുള്ള എന്തൊരു ബോൾ പോലത്തെ ഒരു സംഭവം ഈ പിരമിഡിന്റെ മുകളിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു എന്നുള്ള കാര്യം, ഒരു സ്ട്രക്ചർ ഒക്കെ ഉണ്ട്. നമ്മുടെ രാജ്യത്തുള്ള ഈ ഒരു സിവിലൈസേഷന്റെ കാര്യങ്ങളും ഈ പറയുന്ന സിവിലൈസേഷന്റെ കാര്യങ്ങളും ഏകദേശം ഒരേ ഒരു എറയിലാണ് ശരിക്കും കിടക്കുന്നത്. പിരമിഡ് എന്നുള്ള ഒരു സ്ട്രക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ഒരു ബേസ് ഉണ്ടാവും, അതായത് സ്ക്വയർ ആയിട്ടുള്ള ഒരു ബേസ് ആയിരിക്കും. അതിന്റെ മുകളിലോട്ട് പോകും തോറും ഇങ്ങനെ കൂർത്ത് ഇങ്ങനെ വരുന്ന ഒരു സ്ട്രക്ചറാണ് ശരിക്കും പിരമിഡിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മയൻ സിവിലൈസേഷൻ ആണെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പ് പോലത്തെ ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പോൾ സയന്റിസ്റ്റുമാരും റിസർച്ചേഴ്സും ആർക്കിയോളജിസ്റ്റും ഒക്കെ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ലോകത്തിലത്തെ ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ പണി തീർക്കാൻ പറ്റിയ ഒരു സ്ട്രക്ചറാണ് പിരമിഡിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ആദ്യം ഒരു സംഭവം ഒരു ബേസ് ഇങ്ങനെ പണിത് രണ്ടാമത്തെ ലെയർ പണിയാനായിട്ട് നമുക്ക് ഇങ്ങനെ കയറി നിൽക്കാനൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് ഒക്കെ ശരിക്കും പിരമിഡിക്കൽ സ്ട്രക്ചർ ഉണ്ട്. കാരണം അതിങ്ങനെ ഒരു സ്ലോപ്പ് പോലെയാണ് എന്റെ സൈഡിൽ ഇരിക്കുന്നത്. നേരെ മറിച്ച് ഇപ്പൊ ഒരു ക്യൂബ് പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കണമെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ പണിയാനൊക്കെ എന്തെങ്കിലും ലാഡറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കെട്ട് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ശരിക്കും അത് അത്യാവശ്യം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ടെക്നിക്ക് ആയതുകൊണ്ട് തന്നെ പിരമിഡ് അത്യാവശ്യം സിമ്പിൾ ആണ്. അത് മാത്രമല്ല, ഈ ഒരു സ്ട്രക്ചറിന്റെ ബേസിന്റെ വലുപ്പം കൂടുന്നതനുസരിച്ച് നമുക്ക് ഈ സ്ട്രക്ചറിന്റെ ഉയരവും കൂട്ടാൻ പറ്റും. അതായത് പിരമിഡിന്റെ ആ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റേബിളും പണി തീർക്കാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയതുകൊണ്ടാവാം പിരമിഡ്സ് നമ്മുടെ ലോകത്തെമ്പാടും കണ്ടുവരുന്നത്. ചൈനയിൽ വരെ പിരമിഡ് കണ്ടുവരുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഉൾപ്പെടെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് മലയാളത്തിൽ തന്നെ കേട്ടിട്ടുണ്ടോ? അപ്പോ എന്റെ മനസ്സിൽ തോന്നിയ ഒരു തിയറി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമിയിൽ മനുഷ്യൻ, അതായത് ഹോമോസാപ്പിയൻസ് എന്നുള്ള സ്പീഷീസ് ഒക്കെ ഇങ്ങനെ എമർജ് ചെയ്ത് തുടങ്ങി. അതായത് ഹ്യൂമൻസിന്റെ ആദ്യത്തെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഫോം ചെയ്ത് തുടങ്ങി. ഓക്കെ, അപ്പോ ഈ സമയത്താണ് നമ്മുടെ ഭൂമി എന്നല്ലാണ്ട് വേറെ ഏതൊരു ഗ്രഹത്തിൽ നിന്ന് ഒരു വിസിറ്റർ വരുന്നതായിട്ട് നിങ്ങൾ ആലോചിക്കാം. അതായത് ലിറ്ററലി ഒരു ഏലിയൻ വരുന്നതായിട്ട് നിങ്ങൾ ആലോചിക്കാം. അപ്പോ ആ കാലത്ത് നമുക്ക് ഈ പറയുന്ന പോലെ ഒരു സംഭവം അറിയില്ല. നമ്മൾ ലെയ്മാൻ ആയിട്ട്, അതായത് ഒരു കേവ്മാൻ എന്നുള്ള രീതിയിൽ നമ്മൾ ജീവിക്കുന്ന ഒരു സ്റ്റൈൽ ഓഫ് ലൈഫായിരുന്നു നമ്മുടെ ഭൂമിയിൽ എപ്പാടും കണ്ടിട്ടുള്ളത്. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ആകാശത്ത് നിന്ന് എന്തോ ഒരു സംഭവം ഇങ്ങനെ വന്നു. അതായത് ഭയങ്കര ലൈറ്റും അവർ ഇന്നേ വരെ കാണാത്ത ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവം വന്നു എന്ന് നിങ്ങൾ വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇവർ വന്നിട്ട് നമ്മുടെ ഭൂമിയിൽ ഇങ്ങനെ ഇറങ്ങി. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ ഹോമോസാപ്പിയൻസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇങ്ങനെ വന്നിറങ്ങുന്നതും അവരിങ്ങനെ കാര്യം. അപ്പൊ ഇവരൊക്കെ നോക്കുമ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ, അതായത് നമ്മൾ മനുഷ്യരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വന്നിറങ്ങിയ ആൾക്കാർ ഇവരിൽ ഒരുപാട് ഫാർ സുപ്പീരിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എക്സ്ട്രാ ടെറസ്ട്രിയൽസ് നമ്മുടെ മനുഷ്യരെല്ലാം പല രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. ഈ വന്നവരുടെ ഉദ്ദേശം എന്തും ആയിക്കോട്ടെ, അത് ഞാനിപ്പോ പറയുന്നില്ല. ചിലപ്പോ ഇവർ നമ്മുടെ ഇന്റലിജൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മളെ അടിമകളാക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം നമ്മളിന്റെ ഫാർ സുപ്പീരിയർ ആയിട്ടുള്ള ആൾക്കാരായിട്ട് ചിലപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടാവാം. ഇതേപോലെ തന്നെ നമ്മുടെ ലോകത്ത് പലയിടത്തും ഈ പറയുന്ന എക്സ്ട്രാ ടെറസ്ട്രിയൽസ് വന്ന് ഇറങ്ങിയിട്ടുണ്ടാവാം. പല ഹ്യൂമൻ കൂട്ടായ്മേനും ഇത് ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോ നമ്മുടെ ഇമാജിനേഷനിൽ, അതായത് ആ കാലത്ത് നമ്മുടെ ഇമാജിനേഷനിൽ കാണുന്ന കാര്യങ്ങളായിരിക്കാം നമ്മളിപ്പോ ഈ പറയുന്ന ചുമർ ചിത്രങ്ങളിൽ, ഈ പറയുന്ന കൊത്തിവെപ്പും ഈ പറയുന്ന ഈ റൈറ്റിങ്സിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ദൈവത്തെ, അതായത് ഒരു ഹയർ ബീയിങ് എന്നുള്ള ഒരു സംഭവം ശരിക്കും അതിന്റെ സ്റ്റാർട്ടിങ്, ഈ വിശ്വാസത്തിന്റെ ഒരു സ്റ്റാർട്ടിങ് ചിലപ്പോൾ അതായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഞാനിപ്പോ ഈ പറഞ്ഞ സിവിലൈസേഷനിലൊക്കെ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. അതായത് ദൈവങ്ങളാണ് ശരിക്കും ഇവർക്ക് ഈ അറിവുകളൊക്കെ പകർന്നു കൊടുത്തത്. ദൈവങ്ങളാണ് ഇവർക്ക് ഈ ആർക്കിടെക്ചറിന്റെ ഐഡിയാസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇതിനൊക്കെ എന്തെങ്കിലും ഇവരിങ്ങനെ വെറുതെ എഴുതി വെക്കില്ലല്ലോ. അതിന് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇവർ കള്ള എഴുതി വെക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഒക്കെ ശരിക്കും നമുക്ക് മനുഷ്യരുടെ ഇടയിലേക്ക് ഇപ്പോഴാണ് വന്നിട്ടുള്ളത്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് ഇതിനെ എഴുതി വെക്കേണ്ട അവർക്കൊരു ആവശ്യമില്ല. യാതൊരു ആവശ്യമില്ലാത്തൊരു കാര്യമാണ് ശരിക്കും. അപ്പൊ അത് എന്തോ
ഇങ്ങനത്തെ ഒരു സ്റ്റോറി, ഒരു ബാക്ക് സ്റ്റോറി നമ്മുടെ ഹ്യൂമൻസിന് ഉണ്ടെന്നുള്ള കാര്യത്തിൽ ശരിക്കും എനിക്ക് നല്ല സംശയമുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഫോട്ടോസ് കാണിക്കാം. അതായത് നമ്മുടെ ലോകത്തെമ്പാടും തന്നെ ആകാശത്ത് നിന്ന് വരുന്ന ദൈവങ്ങളെ പറ്റിയിട്ടുള്ള ഇമേജ് ഡിസ്ക്രിപ്ഷൻ ഒരുപാട് രീതിയിൽ കണ്ടുവരുന്നുണ്ട്. ഇപ്പോഴത്തെ ഇന്റർനെറ്റ് പോലെ നമുക്ക് ഈ കാര്യങ്ങളൊന്നും ഫേക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള പെയിന്റിങ്സും കാര്യങ്ങളും ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഇത്. അപ്പൊ ഇതിന്റെ അകത്ത് തന്നെ ആകാശത്ത് നിന്ന് വരുന്ന ഒരുപാട് സംഭവങ്ങളെ പറ്റിയിട്ട്, UFO പോലത്തെ സംഭവങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ഇമേജ് ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ് അവർക്ക് പ്രചോദനം ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട്? അപ്പോ അതും എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയണമെന്നുണ്ടായി. ദൈവം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ദൈവത്തിന്റെ അകത്ത് നമ്മുടെ ഹിന്ദു പുരാണങ്ങളിലും നമ്മുടെ ക്രിസ്ത്യാനിറ്റിയിലും ഇല്ലെന്ന് തോന്നുന്നു എന്തിലൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ആത്മാക്കൾ ഇങ്ങനെ പുറത്തോട്ട് പോയിട്ട് വേറൊരു ബോഡിയിൽ റീയൂണൈറ്റ് ചെയ്തിട്ട് അങ്ങനെയുള്ള കുറെ സംഭവങ്ങളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ അതിനെ പറ്റിയുള്ള സയന്റിഫിക് റെക്കോർഡ്സിനെ പറ്റിയിട്ട് ഞാൻ 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സംഭവം കുറച്ചും മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം എന്ത് തന്നെ ആയിക്കോട്ടെ, അങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾ വിചാരിക്കാം. ഞാൻ ഇതേപോലെ തന്നെ ദൈവത്തോട് വളരെയധികം ആരാധിക്കുന്ന ഒരാളുടെ ചോദിച്ചൊരു ചോദ്യമാണ്, നമ്മുടെ ഭൂമിയിൽ മാത്രമാണോ ലൈഫ് ഉള്ളത്? ജീവൻ എന്നുള്ള സംഭവം നമ്മുടെ ഭൂമിയിൽ മാത്രമാണോ ഉള്ളത്? ഒന്നാമത്തെ ചോദ്യം ചോദിച്ചു. നമ്മൾ പുള്ളി ആയിരിക്കില്ല എന്നുള്ള രീതിയിലാണ് എടുത്ത് പറഞ്ഞത്. അതിനുശേഷം ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ, കൺസിഡർ ചെയ്യാം നമ്മുടെ ഭൂമിയിലെ പോലെ തന്നെ വേറൊരു ഗ്രഹമുണ്ട്. ഓക്കെ, ആ ഗ്രഹത്തിൽ നമ്മൾ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള നമ്മുടെ DNA പോലത്തെ പോട്ടെ, നമ്മുടെ ഒരു 50% DNA പോലത്തെ ഒരു സംഭവം അവിടെ ഉണ്ട്. ഓക്കെ, ഒരു 1/4% DNA ചേഞ്ച് വന്നു കഴിഞ്ഞാൽ വളരെയധികം ഡിഫറൻസ് ഉണ്ടാവും ആ കാര്യങ്ങളൊക്കെ. ഓക്കെ, പക്ഷെ ഒരു സംഭവം നമ്മുടെ സെൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സംഭവം അവിടെ ഉണ്ടെന്ന് വിചാരിക്കും. അവർക്ക് ഇന്റലിജൻസ് ഉണ്ടെന്ന് വിചാരിക്കും. നമ്മളെ പോലെ ഒന്നും ആയിരിക്കില്ല, ചിലപ്പോൾ അവരിങ്ങനെ ഒച്ചഴിയുന്ന പോലത്തെ ഒരു ജീവികളൊക്കെ എന്തെങ്കിലും വിചാരിക്കാം. അപ്പോ ഇവിടെ ഒരാൾ മരിച്ചു. ഇപ്പൊ ഈ ദൈവം എന്ന് പറയുന്നത് പ്രപഞ്ചശക്തി, യൂണിവേഴ്സൽ എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോ ഞാൻ അവിടുത്തെ ചോദിച്ച സംഭവം എന്ന് വെച്ചാൽ, ഇവിടെ ഒരാൾ മരിച്ചു, ഇവരുടെ ആത്മാവ് ഈ പറയുന്ന ഗ്രഹങ്ങളിലേക്ക് പോകുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അവര് പറയുന്നത് എന്റെ ഉള്ളിൽ കിടക്കുന്ന ശക്തിയും ഒരു പൂച്ചയുടെ ഉള്ളിൽ കിടക്കുന്ന ശക്തിയൊക്കെ സെയിം ആണെന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ കേട്ടേക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ മാത്രം എന്തുകൊണ്ട് ആ ഒരു റെസ്ട്രിക്ഷൻ വരും? നമ്മുടെ യൂണിവേഴ്സിൽ നിറച്ചും പ്ലാനറ്റ്സ് എല്ലാം ഉണ്ടാവും. അപ്പോ നമ്മുടെ ഗാലക്സിയിൽ തന്നെ 12,000 സൂപ്പർ ഹാബിറ്റബിൾ പ്ലാനറ്റ്സ് ഉണ്ടെന്നാണ് ശരിക്കും കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്തൊക്കെ ഓട്ടെ അറ്റ്ലീസ്റ്റ് ഒരെണ്ണത്തിനെങ്കിലും നമ്മുടെ ഭൂമി പോലെ ലൈഫ് ഉണ്ടായിരിക്കില്ലേ? അപ്പോ ഈ പറയുന്ന ആത്മാക്കളൊക്കെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം പ്രപഞ്ച ശക്തിയാണല്ലോ, യൂണിവേഴ്സൽ ശക്തിയാണല്ലോ. ഇത് ഞാൻ ആരെയും കളിയാക്കാൻ, ആരെയും ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, എന്നൊരു ചോദ്യം ഡൗട്ടാണ്. അപ്പോ ഈ ഗോഡ്, ദൈവം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ്, അത് ശരിക്കും നമ്മളിങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരു സാധനമായിട്ടാണ് ശരിക്കും എനിക്ക് പേഴ്സണലി ആയിട്ട് തോന്നിയിരിക്കുന്നത്. വിശ്വാസം എന്നുള്ള ഒരു കൺസെപ്റ്റിന്റെ ശരിക്കുള്ള ഒരു ബാക്ക് സ്റ്റോറി നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ പുരാതനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു സംഭവം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ശരിക്കുള്ള ഉത്തരം ഏതെങ്കിലും മ്യൂസിയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആർക്കിയോളജിസ്റ്റിന്റെ വീട്ടിലോ ലൈബ്രറിയിലോ എവിടെയോ ഒളിച്ചിരിക്കുന്നതായിട്ടാണ് ശരിക്കും എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോ ഇത് എന്റെ മാത്രം ഒരു ഐഡിയാസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തെറ്റുപറ്റാൻ ഞാനൊരു മനുഷ്യനാണ്, എന്റെ ഒരു വിശ്വാസമാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞത്. വിശ്വാസം ഒന്നും പറയാൻ പാടില്ല, എന്റെ ഒരു തിങ്കിങ് പ്രോസസ്സാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക, കമന്റും ചെയ്യാൻ ശ്രമിക്കുക. കാരണം ലൈക്കും കമന്റൊക്കെ ചെയ്താലാണ് ശരിക്കും നമ്മുടെ വീഡിയോയുടെ ആ ഒരു സംഭവങ്ങളൊക്കെ യൂട്യൂബിനും മനസ്സിലാവുള്ളൂ. അതായത് ഒരുപാട് ആൾക്കാരെ എൻഗേജ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഈ വീഡിയോ ഒന്നുകൂടി കയറി പോട്ടെ എന്ന് യൂട്യൂബിന് മനസ്സിലാവണമെങ്കിൽ ഈ ലൈക്കും കമന്റൊക്കെ ചെയ്തേ പറ്റുമോ? ഓക്കെ, അപ്പോൾ അത്രേ കൂടുതൽ നമുക്ക് നല്ലൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോ കാണാം.